പ്രിയപ്പെട്ട നമസ്കാരം, മനാഫാണ്. അപ്പം നമ്മുടെ 43-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മൈ ലൈഫ് മൈ മൂവി. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, ചിലർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. മറ്റൊന്നും തന്നെയല്ല, എല്ലാവരും സിനിമയെ ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയിൽ എത്തിപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചെയ്തു വെച്ച 2 പ്രോജക്റ്റ് കഴിഞ്ഞു. ചെറിയ OTT മൂവിയായിരുന്നു. തീർച്ചയായിട്ടും ഇനി തുടർന്നുള്ള 3 പ്രോജക്റ്റാണ്. അതിനകത്ത് ഏകദേശം ഒരെണ്ണം തീരാറായിട്ടുണ്ട്. ഇനി 2 പ്രോജക്റ്റ് ഉണ്ട്. അത് വീണ്ടും മുസമ്മിൽ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വീണ്ടും OTT-യിലായിരിക്കും. സൈനബയുടെ ചെക്കൻ എന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പോൾ അത് മിക്കവാറും തിയേറ്ററിലേക്ക് വരാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സിനിമയെ ഇഷ്ടപ്പെടുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്, സിനിമയിൽ എത്തിപ്പെടാൻ നടക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. ഈ തുടർന്നുള്ള, അതായത് ദി കേരള പോലീസിൻ്റെ എൻഡ് പോർഷനിലേക്കും മുസമ്മിൽ എന്ന കഥാപാത്രത്തിലേക്കും ആ സിനിമയിലേക്കും സൈനബയുടെ ചെക്കൻ എന്ന് പറയുന്ന ഈ മൂവിയിലേക്കും ഞാൻ ഒരു കാസ്റ്റിംഗ് ആയിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. ആ കാസ്റ്റിംഗ് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ദി കേരള പോലീസ് ആണെങ്കിൽ കുറച്ച് റോളുകളുണ്ട്. അതേപോലെ അതും OTT പ്ലാറ്റ്ഫോമാണ്. കാര്യം തിയേറ്ററിലേക്കുള്ള ഫണ്ട് നമുക്കില്ലാത്തതിൻ്റെ പേരിൽ. പിന്നെ മുസമ്മിലും ഒരു ത്രില്ലിംഗ് ഹൊറർ കണ്ടൻറ്റാണ്. അതും ഏകദേശം OTT-യിൽ മാത്രമേ അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുശേഷം വരുന്ന സൈനബയുടെ ചെക്കൻ എന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറി, തീർച്ചയായിട്ടും അത് തിയേറ്ററിലേക്ക് കൊണ്ടുവരണം. ഈ 3 പ്രോജക്റ്റ് അനൗൺസ് ചെയ്തതിനകത്ത് തീർച്ചയായിട്ടും ആ അവസാനത്തെ പ്രോജക്റ്റ് എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അത് അല്പം താമസിക്കുമെങ്കിലും അത് കൊണ്ടുവരാൻ സാധിക്കുക തന്നെ ചെയ്യും, ദൈവം ആയുസ് തന്നെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ കാസ്റ്റിങ്ങിൽ വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. കാര്യം എൻ്റെ എല്ലാ പ്രോജക്റ്റും തന്നെ ക്രൗഡ് ഫണ്ടാണ്. കാര്യം എനിക്ക് നിങ്ങളെ കൈപിടിക്കണമെങ്കിൽ പുതിയതായിട്ട് കടന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റിനെയോ ഒരു സംവിധായകനെയോ തീർച്ചയായിട്ടും ഒരു ഡിസ്ട്രിബ്യൂട്ടർ കമ്പനി എടുക്കുകയോ അല്ലെങ്കിൽ അതിന് മാർക്കറ്റിംഗ് നടക്കുകയോ കച്ചവടം നടക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഒരുപക്ഷെ സിനിമ ഹിറ്റായ ചിലപ്പോൾ ആരെങ്കിലും എടുത്തെന്നിരിക്കും. അത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തുകയ്ക്ക് വാങ്ങിയ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പൈസ ഉണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ലാഭം എടുക്കാനും ഒക്കെ പറ്റും. അത് സിനിമയുടെ ബിസിനസ് വേറെയാണ്. അപ്പോൾ അതിലേക്ക് ഇന്ന് പോകുന്നില്ല. അത് വ്യക്തമായി നമുക്ക് പിന്നീട് നേരിട്ട് ആശയവിനിമയം നടത്താം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 സിനിമകൾ പറഞ്ഞു. അതിനകത്ത് ഏകദേശം കേരള പോലീസിന് കുറച്ച് കൺട്രോൾ റൂമിലേക്കുള്ള കുറേ ഓഫീസേഴ്സ്, അതായത് നിങ്ങൾ ട്രാഫിക് മൂവി എടുത്തു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ അതേ കൂട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ, അതിനകത്ത് 2 ലേഡീസ്, ബാക്കി 4-5 ബോയ്സിനെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ 2-3-4 സെപ്പറേറ്റ് പോലീസുകാർ, ഔട്ട്ഡോർ ആയിട്ടുള്ള കോൺസ്റ്റബിൾമാർ, പിന്നെ കുറച്ച് വില്ലന്മാരെയൊക്കെ നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. ഏകദേശം ഒരു 10-20 പേര് ടോട്ടൽ, ഒരു 4-5 സീൻ വെച്ചിട്ടേ ഉള്ളൂ എങ്കിലും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് മാനദണ്ഡമായി നമ്മൾ പറയുന്നത്, നമ്മളുടെ ഏതൊരു പ്രൊഡക്ഷനിൽ ചെന്നാലും അവർക്ക് ഡിമാൻഡ് കാണും. കാര്യം നിങ്ങളെയൊക്കെ വെച്ച് കച്ചവടം ചെയ്യാൻ ബാക്കിയുള്ള വലിയ വലിയ സിനിമകൾക്ക് കഴിയും. കാര്യം അതിന് സ്റ്റാർ വാല്യൂ ഉണ്ട്, അതിന് പ്രൊഡ്യൂസറുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ കഴിയില്ല ആദ്യം. കാര്യം ആ പടം നന്നാവണം. ആ പടം നന്നാവണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെ പെർഫോമൻസും എൻ്റെ പെർഫോമൻസും ക്യാമറാമാൻ്റെ പെർഫോമൻസും എല്ലാവരും പുതിയതാണെങ്കിൽ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ഓക്കെ ആയി അത് വിജയിച്ചെങ്കിൽ മാത്രമേ അത് കച്ചവടം നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിനെ ഞാൻ ഇട്ടിട്ട് അദ്ദേഹത്തെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ആഗ്രഹം ഒരു സിനിമ ചെയ്യണമെന്നാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, അവർ മാത്രം വിചാരിച്ചാലും സിനിമ ചെയ്യാൻ പറ്റില്ല, ഞാൻ മാത്രം വിചാരിച്ചാലും സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആർട്ടിസ്റ്റുകളെയും വേണം, അതേപോലെ തന്നെ അവർ അതിന് ആപ്റ്റായിരിക്കണം, അവർക്ക് അതിനുള്ള കഴിവും കാര്യങ്ങളും വേണം, അവർ പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ, ഫണ്ടുകൾ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ചോദിച്ചു, ഞാനൊരു 1000 രൂപ തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, സുഹൃത്തെ, നിങ്ങളുടെ ഒരു ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 500 രൂപ ആവും ഒരാളെ വിളിച്ചെടുക്കണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ 2000 രൂപ ആവും. പിന്നെ നിങ്ങളൊരു 10 ദിവസം ഞാനിവിടെ എൻ്റെ സെറ്റ് നിർത്തി തീറ്റി പോരണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ക്യാമറമാന് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമയെക്കുറിച്ചിട്ട് അറിവില്ലാത്തതിൻ്റെ പേരിലായിരിക്കും അയാൾ അങ്ങനെ സംസാരിച്ചത്, അല്ലെങ്കിൽ അയാൾ കളിയാക്കിയായിരിക്കും സംസാരിച്ചത്. ഒന്നും വിഷയമല്ല. നമ്മുടെ ഈ പ്രോജക്റ്റിന് വേണ്ടത് നല്ലൊരു സ്റ്റോറി എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങളെ വിളിച്ചൊരു വേഷം തരണമെങ്കിൽ നിങ്ങളുടെ വാഹന സൗകര്യങ്ങളും അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കോസ്റ്റ്യൂമുകൾ, നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും റൂമുകൾ റെസ്റ്റ് എടുക്കാൻ, അതേപോലെ നിങ്ങളുടെ ഫുഡുകളും ക്യാമറ, നിങ്ങൾ സംഭാഷണം ചെയ്യുന്ന അതിൻ്റെ ഡബ്ബിങ്, ഇത്രയും കാര്യങ്ങൾ, അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ്, നിങ്ങളുടെ പോസ്റ്ററുകൾ, നിങ്ങളുടെ പ്രൊമോഷൻസ്. അപ്പോൾ നിങ്ങൾ ഒരു 10,000 രൂപ നമ്മളൊരു സിനിമയ്ക്ക് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ കഥാപാത്രത്തിന് ചിലപ്പോൾ അതിന് ഒരു 10,000, 20,000, 30,000, ചിലപ്പോൾ 1 ലക്ഷത്തിലേക്കൊക്കെ എത്തിയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ദിവസം ഷൂട്ടുണ്ടോ ആ ഷൂട്ടിന് ഒന്നേ ക്യാമറ അല്ലെങ്കിൽ ഫുഡ്, അതിൻ്റെ എത്രയാണ് നമുക്ക് ഫണ്ട് വരുന്നതെന്ന് വെച്ചാൽ
അത് മുടക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ഈ 3 മൂവികളിലും തീർച്ചയായിട്ടും അവസരങ്ങൾ എന്തായിരിക്കും. അത് ഞാനിപ്പോഴേ കാസ്റ്റിംഗ് ഇടുകയാണ്. ഞാൻ കാസ്റ്റിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് നേരിട്ട് വരിക, നേരിട്ട് വന്ന ഒരു ദിവസം മുൻപ് എങ്കിലും ഇതുമായിട്ട് കറക്റ്റ് ഡീല് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളും കഥാപാത്രങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും നമുക്ക് ഈ കാസ്റ്റിംഗ് നമ്മുടെ ഈ ഫിലിമിൽ അലൗഡായിട്ട് നിങ്ങൾക്കൊരു വേഷം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ മാനദണ്ഡം ഈ പറയുന്ന രീതിയിലുള്ള സാമ്പത്തികം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ എനിക്ക് തരാനും സാധിക്കുകയുള്ളൂ. നമ്മൾ ആരെയും വീട്ടിൽ പോയി വിളിക്കുന്നില്ല, പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഒരു മമ്മൂട്ടിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എത്രയോ ആർട്ടിസ്റ്റുകൾ മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കഥാപാത്രമാണ്. ആ കഥാപാത്രം കിട്ടിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ മുന്നിൽ ആ കഥാപാത്രം അക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രമേ അവർ കയറിപ്പോളൂ. അല്ലാതെ 100 കണക്കിന് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അത് ഇന്ദ്രൻ ചേട്ടൻ്റെയൊക്കെ അവസ്ഥ പണ്ട് മുതലേ എത്ര സിനിമയിൽ അഭിനയിച്ചാണ് ഇന്ദ്രൻ ചേട്ടനൊക്കെ. തൊട്ടടുത്ത കാലത്താണ് അദ്ദേഹം ഒന്ന് തിളങ്ങി വന്നത്. അപ്പം അതുകൊണ്ട് കണ്ടവൻ്റെ മുന്നിൽ പോയി ഇറക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ കാലാകാലം നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ പട്ടിയെ പോലെ കാത്തു കിടക്കാതെ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. കാര്യം നമ്മൾ പഠിച്ചാൽ വിജയിക്കുമെന്നുള്ളത്. അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാവണം. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ വാങ്ങണം. അതേപോലെ തന്നെ തീർച്ചയായിട്ടും സിനിമ. അപ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിൽ പാഷൻ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മുസമ്മിലിനകത്ത് ഏകദേശം ഒരു 15 പേരുടെ ആവശ്യമേ ഉള്ളൂ. ഒരു ത്രൂ ഔട്ട് വേഷമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ബഡ്ജറ്റും കൂടും. കാര്യം 15 പേര് മാത്രമുള്ള മൂവി ആകുമ്പോൾ ഒരു 20 ദിവസം നമുക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ 20 ദിവസത്തെ ക്യാമറയും കാര്യങ്ങളും ഒക്കെ വെച്ച് മിനിമം ഒരു 10-50 രൂപയൊക്കെ ഷെയർ ഇടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാര്യം അത്രത്തോളം ചിലവുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ തമാശക്കളിയല്ല. പിന്നെ സൈനബയുടെ ചിക്കനകത്ത് കുറച്ച് ക്രൗഡ്സ് ഉണ്ട്. പിന്നെ ഒരു നായകനും നായികയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നായകനും നായികയും ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഫണ്ട് അവർ മുടക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കഥാപാത്രം അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാനാകും. അത് ഇച്ചിരി നല്ല ഫണ്ടാകും. കാര്യം തിയേറ്ററിലേക്കുള്ള മൂവി ആയതുകൊണ്ട് സെൻസർ, പിന്നെ ഫിലിം ചേംബർ, അതേപോലുള്ള ഡിസ്ട്രിബ്യൂട്ടിങ് ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പം അത് നല്ലൊരു സബ്ജക്റ്റാണ്. അതെൻ്റെ 3ാമത്തെ പ്രോജക്റ്റ് ആയിരിക്കും. കേരള പോലീസ് ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഒരു 95% ആയിട്ടുണ്ട്. കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ കുറവുണ്ട്. ആഗ്രഹമുള്ളവർ വന്നു കഴിഞ്ഞാൽ ആപ്റ്റാണെങ്കിൽ എന്തെങ്കിലും ഫണ്ടുകളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരള പോലീസിനകത്തും ആഡാവാൻ സാധിക്കും. അതിനകത്ത് കഥാപാത്രം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ മുസമ്മിലിൻ്റെ ത്രൂ ഔട്ട് വേഷമാണ്. പിന്നെ കേരള പോലീസിലും ഇതേപോലുള്ള സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 എണ്ണം അനൗൺസ് ചെയ്തു, ഏകദേശം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ ആർട്ടിസ്റ്റുകൾ നമ്മൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാനൊക്കില്ല. കാര്യം നമുക്ക് ആർട്ടിസ്റ്റുകൾ ഫുള്ള് ഫില്ലായെങ്കിൽ മാത്രമേ നമുക്കൊരു ഡേറ്റ് എടുക്കാനും അത് ക്യാമറാമാൻ്റെ അടുത്ത് പറയാനും അല്ലെങ്കിൽ ലൊക്കേഷൻ ക്ലിയർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് OTT പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ കഴിവിന് നല്ലൊരു കഥാപാത്രം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് 1 മണിക്കൂറെങ്കിൽ നമ്മളൊരു കാര്യങ്ങളും നാളെ നമ്മളുണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കില്ല. ഞാനും ഒരുപാട് പ്രതിസന്ധികൾ സമയങ്ങളൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം കളയുന്ന ഒരു പ്രവണത ഇഷ്ടമുള്ള കേസ് കേട്ടല്ല. നാളെ നമ്മൾ ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് പറയാനൊക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓഡിഷനിൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്ന് ഫോട്ടോ ഇട്ടിട്ട് പോകും, വേണമെങ്കിൽ വിളിച്ചാൽ മതിയാണ്. നമ്മൾ തിരിഞ്ഞു പോലെ നോക്കാറില്ല. കാര്യം എന്താണ്, ആവശ്യമുള്ളവൻ തേടി വരും. അപ്പോൾ അതേപോലെ തന്നെ ഈ ആവശ്യക്കാരിലേക്ക് എൻ്റെ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ സ്റ്റാർട്ടാക്കുന്നു, ഇന്നതൊക്കെയാണ് ഡിമാൻഡ് എന്ന് ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം, അല്ലാതെ ആരെയും നിർബന്ധിക്കുന്നില്ല. കാര്യം അങ്ങനെയുള്ള പരിപാടിയും നമ്മൾ നിർത്തി. കാര്യം ഒരുപാട് ആൾക്കാരെ ഞാൻ സഹായിച്ചതാണ്. പൈസ വാങ്ങിയും വാങ്ങാതെയൊക്കെയും ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ഫലം തീർച്ചയായിട്ടും അവരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇനിയുള്ള സെലക്ഷൻ തീർച്ചയായിട്ടും ആത്മാർത്ഥതയും ഫണ്ടിൻ്റെ കാര്യവും ആത്മാർത്ഥതയും കഴിവും നോക്കിയിട്ട് മാത്രമാണ് സെലക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, ഒരു കാസ്റ്റിംഗ് ആയിട്ട് നിങ്ങളിത് കൂട്ടുക. അതേപോലെ തന്നെ ആരെങ്കിലും സിനിമയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചിട്ട് നേരിട്ട് വന്ന് കാണുക. നേരിട്ട് വന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ പറയാൻ ഒക്കുകയുള്ളൂ. അത് ഒരു ഉറപ്പ് തന്ന് എഗ്രിമെൻറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കാസ്റ്റിങ്ങിൽ എടുക്കുകയുള്ളൂ. കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ 10 പേരുള്ള ഒരു ചെറിയ മൂവിയായിരുന്നു കേരള പോലീസ്. പല ആൾക്കാരും വാക്ക് പറഞ്ഞു, ഡേറ്റ് എടുത്തതിന് ശേഷം ഷൂട്ടിൻ്റെ 3 ദിവസം മുൻപ് ഏകദേശം ഒരു 5 പേരോളം മാറിപ്പോയി. 5 പേര് മാറിപ്പോയി. ക്യാമറാമാനെ ബ്ലോക്കാക്കി, വണ്ടികൾ എടുത്തു, ലൊക്കേഷൻ ക്ലിയർ ചെയ്തു, ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെ അറിയിച്ചു. ഈ 5 പേര് മാറിപ്പോയപ്പോഴത്തേക്കിന് അതിൻ്റെ കഥാപാത്രത്തിന് കൂടേണ്ടി വന്നു, ആ ഷോട്ട് മാറ്റി വെക്കേണ്ടി വന്നു. നഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് കർക്കശമായിട്ടേ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അത് താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം വരിക. തീർച്ചയായിട്ടും
കഴിവുള്ളവനും താല്പര്യമുള്ളവനാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രോജക്റ്റിൽ ഏത് പ്രോജക്റ്റുകൾ വന്നാലും നിങ്ങൾ എന്നോടൊപ്പം തന്നെ കാണും. അലസതയും മടിയുമുള്ള അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ തിരിച്ചും അതേപോലെ തന്നെ ആയിരിക്കും എൻ്റെയും നിങ്ങളോടുള്ള സമീപനം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.